ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി എന്ന് വെച്ചാൽ കുറച്ച് റെയർ ആയിട്ടുള്ള വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ റോഡുകളിലൊന്നും അധികം കാണാൻ കിട്ടാത്ത ഒരു വണ്ടി കൂടെ കേട്ടോ ഇത്. ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി എന്ന് വെച്ചാൽ ഹുസ്ക്വെർണയുടെ ഷോർട്ട് പില്ലിയൻ 401 കേട്ടോ. ഈ വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം റീഡിസൈൻ ചെയ്ത് പുതിയതായിട്ട് ഇറക്കിയ പുതിയൊരു വണ്ടി കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു ന്യൂ സെറ്റപ്പില്ല വണ്ടി വരുന്നത്. വണ്ടിയുടെ വീൽ ബേസ് കൂടിയിട്ടുണ്ട്, വണ്ടിയുടെ ഓവറോൾ ലുക്ക് ചെറിയ മാറ്റങ്ങളുണ്ട്. സ്റ്റൈല് പഴയത് തന്നെയാണെങ്കിലും വണ്ടി ശരിക്കും വലുതായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബൾക്കി ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് നേരെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ലുക്സ് നോക്കുന്ന ടൈം ഇതേ ഉണ്ടാകണ്ടില്ലേ, ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു LED യൂണിറ്റ്സ് ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ഡ്യൂക്കിലൊക്കെ കണ്ടുവന്നേക്കുന്ന സെയിം 43mm അപ്സൈഡ് ഡൗൺ ഫോർക്ക് വന്നേക്കുന്ന WPയുടെ അപ്പെക്സിൻ്റെ സസ്പെൻഷൻ വന്നേക്കുന്ന, അതും അഡ്ജസ്റ്റബിൾ ആണ് വന്നേക്കുന്നത്. ലെഫ്റ്റ് സൈഡ് കംപ്രഷൻ, റൈറ്റ് സൈഡ് റീബൗണ്ടും വരുന്ന ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വന്നേക്കുന്നത്. നമ്മൾ ഡ്യൂക്ക് 390 കണ്ടില്ലേ, അതേ സെയിം സംഭവം തന്നെ ഇതിനകത്തും വന്നേക്കുന്നത്. പിന്നെ ഈ വീൽസ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ സ്പോക്ക് വീൽസ് വന്നേക്കുന്നത് നമ്മുടെ ഡ്യൂക്ക് 390 അതിൻ്റെ ഒരു സ്ക്രാംബ്ലർ വേരിയൻറ്റ് എന്നുള്ളൊരു കണക്കിലാണ് ഇത് ശരിക്കും ഇറക്കിയേക്കുന്നത്. പക്ഷേ ഇത് സ്ക്രാംബ്ലറിൻ്റെ ഗുണങ്ങളോ കാര്യങ്ങളൊന്നും തന്നെയില്ല. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓടിക്കുന്ന ടൈമിൽ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ടയർ സെക്ഷൻ നോക്കുന്ന ടൈമിൽ 110, 17 R17 സെക്ഷൻ ടയർസ് കേട്ടോ ഫ്രണ്ട് വന്നേക്കുന്നത്. അത്യാവശ്യം ഒരു ഡ്യുവൽ പർപ്പസ് ടയർസ് വന്നേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എൻജിൻ സൈഡ് നോക്കുന്ന ടൈമിൽ നമ്മൾ ഡ്യൂക്കിലൊക്കെ കൊണ്ടുവന്നേക്കുന്ന പോലെ തന്നെയുള്ള 399cc എൻജിൻ സെറ്റപ്പ് ഇതിനകത്ത് വന്നേക്കുന്നത്. പ്രൊഡ്യൂസിങ് 44 PS പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 37 Nm ടോർക്കും ഇതിനകത്തുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. എൻജിൻ ഫീലൊക്കെ ഓടിക്കുന്ന ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 44 PS പവർ ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ പവർ കിട്ടുന്ന അത്യാവശ്യം ഒന്ന് ലേറ്റ് ആയിട്ടാണ്. അതൊക്കെ ഞാൻ ഓടിക്കുന്ന ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇതിനകത്ത് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്, അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുന്ന ടൈമിൽ ഒരു സാരി ഗാർഡൻ സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ ബാക്ക് എല്ലാം കണ്ടില്ലേ, ഒരു എന്താ പറയുന്നത്, നേരത്തെ ഇത് ഈ 250 ഇറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടം വരെ അതുള്ളായിരുന്നു. ഇപ്പം നമ്മുടെ ഡ്യൂക്ക് വന്നേക്കുന്ന പോലെ തന്നെയുള്ള ഒരു ബാക്ക് ടൈൽ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇത് എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്നത് ഈ ഇത്രയും പീസ്, ഇത് ഇത്രയും നേരത്തെ തന്നെ ഉള്ളതാണ്. ഈ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഹുസ്ക്വെർണയുടെ തന്നെ ഐഡൻറ്റിറ്റി ആയിട്ട് വന്നേക്കുന്നതാണ്. ബാക്കിലത്തെ സൈഡ് നോക്കുന്ന ടൈമിൽ ബാക്ക് വന്നേക്കുന്നതെന്ന് വെച്ചാൽ 150, 16 R70 സെക്ഷൻ ടയർസ് വന്നേക്കുന്നത്. അതിനകത്തും ട്യൂബ്ലെസ് ഒന്നും അല്ല വന്നേക്കുന്നത്, ട്യൂബാണ് വന്നേക്കുന്നത്. അതിൻ്റെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ റോഡിൽ അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലത്തെ സസ്പെൻഷൻ നോക്കുന്ന ടൈമിൽ റീബൗണ്ടും പ്രീലോഡും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. കുറച്ചുകൂടെ ഓഫ് സൈഡ് ആയിട്ട് വെച്ചേക്കുന്ന ഒരു സസ്പെൻഷൻ യൂണിറ്റ് ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ല, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫ്രണ്ട് ബ്രേക്ക് വന്നേക്കുന്നതെന്ന് വെച്ചാൽ 320mm ഡിസ്കാണ് ഫ്രണ്ട് വന്നേക്കുന്നത്. ബാക്ക് വന്നേക്കുന്നതെന്ന് വെച്ചാൽ 240mm ആണ്. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. കിടിലം ബ്രേക്കിംഗ് സെറ്റപ്പാണ്. വണ്ടി അത്യാവശ്യം ലൈറ്റാണ്. നമ്മുടെ ഡ്യൂക്കിനെക്കാട്ടി ഏകദേശം 4 to 6 kg എന്തോ ഉള്ളൂ അധികമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നേക്കുന്നത്, ഹാൻഡിൽ ബാർ എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മിറേഴ്സ് ഉണ്ടല്ലേ, മിറേഴ്സ് റൗണ്ട് ഷേപ്പിലായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഡൊമിനാറിലും KTMലും കണ്ടുവന്നേക്കുന്ന മിറേഴ്സ് ഒന്നുമല്ല. പിന്നെ നമ്മൾ സ്വിച്ച് ഗിയേഴ്സൊക്കെ നോക്കുന്ന ടൈമിൽ എപ്പോഴും നമ്മൾ KTM കണ്ടുവന്ന ഡ്യൂക്കി കണ്ടില്ലേ, ആ സെയിം സ്വിച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നോക്കുന്ന ടൈമിൽ ക്യാമറ ഓണാണോ, പിന്നെ നമ്മൾ ഡാഷ് നോക്കുന്ന ടൈമിൽ ഇതിൻ്റേതായിട്ടൊരു ഐഡൻറ്റിറ്റി ഇതിനകത്ത് കൊടുത്തേപ്പുണ്ട്. അന്നെങ്കിൽ പോലും ആ ഒരു KTMൻ്റെ ഒരു ഇതിൽ തന്നെ വന്നേക്കുന്നത്. ഓണാക്കുന്ന ടൈമിലൊക്കെ ഹുസ്ക്വെർണയുടെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് തീമോ കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല. ലൈറ്റ് സ്റ്റാൻഡ് മാറ്റാം, ഫിൽ സ്വിച്ച് ഓണ്, ഓക്കെ. ഫ്യൂൽ റിസർവ് കാണിക്കുന്നുണ്ട്. മോട്ടോർ സൈക്കിളിൽ നോക്കിക്കഴിഞ്ഞാൽ റൈഡ് മോഡ്സ് വരുന്നുണ്ട്. റൈഡ് മോഡ് എന്ന് പറഞ്ഞാൽ ABS ഓണാക്കാം, ഓഫാക്കാം, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓണാക്കാം, ഓഫാക്കാം, അത് മാത്രമേ വരുന്നുള്ളൂ. സൂപ്പർ മോട്ടോ മോഡ് വരുന്നുണ്ട്. ആ തീമും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്യൂക്കി കണ്ടില്ലേ അതേപോലെ തന്നെ, പക്ഷേ ഫോട്ടോ കാണിച്ചേക്കുന്ന ഹുസ്ക്വെർണയുടെ, അതെന്തായാലും നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ആസ് യൂഷ്വൽ ഓഡോമീറ്റർ, ഡേറ്റ്, ബാറ്ററി, അങ്ങനെയുള്ള കൂളിംഗ് ടെമ്പറേച്ചർ, വാർണിംഗ് ലാംപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നേക്കുന്നത്. പിന്നെ ടാങ്ക് കണ്ടില്ലേ, ടാങ്ക് നേരത്തെ വന്നുകൊണ്ടിരുന്ന 9 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ്. ഇപ്പോൾ അത് മാറിയിട്ട് 13 ലിറ്റേഴ്സിൻ്റെ ടാങ്ക് ഇതിനകത്ത് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല നീറ്റ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള ടാങ്ക് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഭയങ്കര ബൾക്കി ആയിട്ടുള്ളൊരു വണ്ടിയുടെ ഫീൽ കേട്ടോ ഇതിനകത്ത്. ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ വണ്ടി എടുക്കുന്ന ടൈമിൽ ഇനീഷ്യലി വണ്ടിക്കകത്ത് ഒന്നുമില്ല, എന്ന് വെച്ചാൽ പറയത്തക്ക പവറോ ടോർക്കോ ഒന്നും തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതിപ്പം ചെറിയൊരു ബ്രോക്കൺ റോഡാണ്, ഓഫ് റോഡൊന്നും ഞാൻ ഇതിനെ പറയുന്നില്ല. ഇതൊരു സ്ക്രാംബ്ലർ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ മെൻഷൻ ചെയ്തേക്കുന്നതൊക്കെ, പക്ഷേ ഒരു സ്ക്രാംബ്ലറിൻ്റേതായിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഇതിനകത്തില്ല കേട്ടോ. ഇതിന് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ വന്നേക്കുന്ന ഒരു സ്ട്രീറ്റ് ബൈക്ക് സെറ്റപ്പിൽ തന്നെയാണ്.
പർപ്പസ് ടയേഴ്സ് ആണെങ്കിൽ പോലും ഇതേപോലൊരു ഓഫ് റോഡ് പാച്ചിലേക്കൊക്കെ വരുമ്പോൾ ഒരു തരത്തിലുള്ള കോൺഫിഡൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഇത് തരുന്നില്ല കേട്ടോ. പല തവണയും ടയർ തെന്നി മാറുന്നതായിട്ടുള്ള ഒരു ഫീലുണ്ട് കേട്ടോ. ഈ ഒരു 3000-4000 RPM അതിനകത്തൊന്നും ഒന്നും തന്നെ ഇല്ല വണ്ടിക്കകത്തുനിന്ന്. ഒരു വകയും വണ്ടിക്കകത്തുനിന്ന് നമുക്ക് കിട്ടുന്നില്ല. അതാണ് നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം. എൻജിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ടൈമിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ആദ്യത്തെ ഒരു 4 to 5K RPM ഒന്നും തന്നെ വണ്ടിക്കകത്തൊന്നും ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ പവറെന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു ടൈം പീരീഡ് നമുക്ക് കിട്ടുന്നില്ല. ഈ ഒരു RPM റേഞ്ച് കിട്ടുന്നില്ല. അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവലാണ് കേട്ടോ. നമ്മൾ ഡ്യൂക്ക് 390 കണ്ടില്ലേ, ആ ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ ബോട്ടം എൻഡ്സ് അധികം പവറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ മിഡ് റേഞ്ച് അങ്ങോട്ട് എത്തുന്ന ടൈമിലാണ് പിന്നെ നമ്മളെ ഒന്ന് എൻഗേജ് ചെയ്യിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ടോപ്പ് എൻഡൊക്കെ കയറുന്ന ടൈമിൽ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും തന്നെ ഇതിനകത്തുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഹയർ RPM പിടിച്ച് നമ്മൾ ഓടിക്കണം. അന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു എന്താ പറയുന്നത് മടുപ്പിക്കാത്തൊരു റൈഡ് ഫീലും കാര്യങ്ങളും നമുക്ക് കിട്ടത്തുള്ളൂ. സസ്പെൻഷനെ പറ്റി പറയുന്ന ടൈമിൽ സസ്പെൻഷൻ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വന്നേക്കുന്നത്, ഫ്രണ്ടും ബാക്കും. ഫ്രണ്ട് നമ്മൾ നോക്കുന്ന ടൈമിൽ ലെഫ്റ്റ് സൈഡ് കംപ്രഷന് റൈറ്റ് സൈഡ് റീബൗണ്ടും വരുന്ന 4 ക്ലിക്സിൻ്റെ ഒരു സസ്പെൻഷൻ ഇതാണ് വന്നേക്കുന്നത്. ഞാനിപ്പം ഏകദേശം ഒരു മിഡ് സെറ്റിങ്സ് ഇട്ടിട്ടാണ് ഓടിക്കുന്നത്. അതിൻ്റെ ഒരു ഫീലെന്ന് വെച്ചാൽ അധികം സോഫ്റ്റും അല്ല അധികം ഹാർഡും അല്ല, അങ്ങനൊരു സെറ്റപ്പാണ് ഇപ്പം കിട്ടുന്നത്. പിന്നെ ഇത് കിക്ക് ഷിഫ്റ്റുണ്ട്. കിക്ക് ഷിഫ്റ്റ് കുഴപ്പമില്ല കേട്ടോ. എന്നുവെച്ചാൽ രണ്ടും ഒരു വലിയ സുഖമില്ല ഗിയർ വീഴാനായിട്ട്, തീരെയും വീഴുന്നില്ലെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതിനുശേഷം ഒരു 3ാമത്തെ 4ാമത്തെ ഗിയർ നമ്മൾ കിക്ക് ഷിഫ്റ്റ് വെച്ച് യൂസ് ചെയ്യുന്ന ടൈമിൽ കുഴപ്പമില്ല, വീഴുന്നുണ്ട്. അത്യാവശ്യം പ്രിസൈസ് ആയിട്ടുള്ള ഷിഫ്റ്റിങ്ങാണ് കിട്ടുന്നത്. ഭയങ്കര ട്രാഫിക് കേട്ടോ, അതുകൊണ്ട് കൈ കൊടുത്തൊന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, സോറി ഗൈസ്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് നോക്കുന്ന ടൈമിൽ കിഡിലും ബ്രേക്കിംഗ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിങ്ങാണ്. 320mm ഡിസ്കാണ് ഫ്രണ്ട് വന്നേക്കുന്നത്, ബാക്ക് 240mm. നമ്മൾ KTM കൊണ്ടുവന്നേക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ബ്രേക്കിംഗ് ബൈക്ക് ഇതിനകത്തുണ്ട്. പിന്നെ ഇത് ഇലക്ട്രോണിക്സ് നോക്കുന്ന ടൈമിൽ നമ്മൾ കോർണറിങ് ABS അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ചാൽ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ചാനൽ ABS വരുന്നുണ്ട്, സൂപ്പർ മോട്ടോ മോഡ് വരുന്നുണ്ട്. അതേ ഉള്ളു പറയാനായിട്ടുള്ള, ബാക്കിയെല്ലാം അസ്യൂഷ്വൽ ഇതൊക്കെ തന്നെയാണ്. റൈഡിങ് പോസ്റ്റർ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നമ്മൾ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിട്ടായിട്ടോ ഇരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം കൈയൊന്ന് കൊടുത്തിട്ട് കാണിക്കാം. നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പറഞ്ഞല്ലോ, ബാക്ക് ബ്രേക്കും പറഞ്ഞല്ലോ. പിന്നെ ഇനി ക്ലച്ച് ഫീലിനെ പറ്റി നോക്കാം. ക്ലച്ച് ഫീല് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ക്ലച്ച് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ KTMസിലൊക്കെ കൊണ്ടുവന്നേക്കുന്ന പോലുള്ളൊരു ക്ലച്ചാണ് ഇതിനകത്തും വന്നേക്കുന്നത്. അഡ്ജസ്റ്റബിളും കാര്യങ്ങളും ഒന്നും അല്ല ഇതിനകത്ത് വന്നേക്കുന്നത്. അല്ല സോറി ഗൈസ്, അഡ്ജസ്റ്റബിൾ ആട്ടോ ലിവേഴ്സ് വന്നേക്കുന്നത്. സോറി, എൻ്റെ തെറ്റാണ്, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. വണ്ടി കൊള്ളാം കേട്ടോ, ഒരു ഫീലൊക്കെ തരുന്നുണ്ട്. അത്യാവശ്യം ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു ഫീലും കാര്യങ്ങളും ഒക്കെ തന്നെ ഇത് തരുന്നുണ്ട്. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. വണ്ടിയാണെങ്കിൽ അത്യാവശ്യം ഒന്ന് പവർ എടുത്ത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ശരിക്കൊരു 4000-5000 RPM കഴിയുമ്പോഴേ ഉള്ളൂ വണ്ടിയുടെ ആ ഒരു റോനെസ് നമുക്ക് തോന്നുന്നത്. അല്ലാത്ത പക്ഷം സാധാരണ ഒരു ബൈക്ക് ഓടിക്കുന്ന ഫീലും കാര്യങ്ങളൊക്കെ തന്നെയുള്ളത്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല, ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയല്ല. ഇതിൻ്റെ ബ്രേക്സ് തന്നെ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ബ്രേക്കാണ്. പിന്നെ വണ്ടിയും ലൈറ്റാണ്, ഏകദേശം 176 or 174 കിലോസ് എന്തേ ഉള്ളു.
നമ്മുടെ ഡ്യൂക്ക് വരുന്നതെന്ന് വെച്ചാൽ പ്രീവിയസ് ജനറേഷൻ ഡ്യൂക്ക് വരുന്ന 168 kgs. അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 4 to 6 kgs എന്തോ ഉള്ളു വ്യത്യാസം വരുന്നത്. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം മടുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മൾ ഡ്യൂക്കി കണ്ടുവന്ന പോലെയുള്ള വലിയ ഇലക്ട്രോണിക്സ് ഒന്നും ഇതിനകത്ത് കൊടുത്തേപ്പില്ല. ലൈക്ക് കോർണറിങ്, ABS, ലോഞ്ച് കൺട്രോള്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് കൊടുത്തേപ്പില്ല കേട്ടോ. കണ്ടില്ലേ, ബ്രേക്ക് ഭയങ്കര ഷാർപ്പാണ്, ഒരു രക്ഷയില്ലാത്ത ബ്രേക്കാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അത്രയ്ക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയല്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.